to the straight to the to the ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എവിടെ ഇല്ലെന്നറിയോ? മനസ്സിലായോ? പെറ്റ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നമ്മൾ പെറ്റ് സ്റ്റേഷൻ്റെ ഗെയിം മറ്റേ എന്താ പറയുക നെയിം ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വരുമ്പോൾ തന്നെ പെറ്റ് സ്റ്റേഷൻ്റെ ബോർഡ് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് അകത്തോട്ട് പോകല്ലേ. നമ്മളിപ്പോൾ ഇന്ന് കാണിക്കുന്ന ജീവി എന്ന് പറഞ്ഞാൽ ജെർബോ എന്ന് പറഞ്ഞൊരു നമ്മൾ ഡെസേർട്ടിൽ ജീവിക്കുന്ന ഒരു കുഞ്ഞു ജീവിയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനകത്ത് ഇങ്ങനെ നമുക്ക് കയറുമ്പോൾ പെറ്റ് സ്റ്റേഷനിൽ ചെറിയ ചെറിയ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഇങ്ങനെ വരുത്തിയിട്ടുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ട് അകത്തോട്ട് പോവാം. അതേപോലെ പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പിന്നെ എന്താ പറയുക തേനീച്ചയുടെ വീഡിയോ അല്ലേ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല, പെറ്റ് സ്റ്റേഷൻ്റെ മാത്രം വീഡിയോ കാണാനാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ സംഭവങ്ങളുണ്ടായിരുന്നു. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പെറ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് തന്നെയല്ലേ, ആ രീതിയിലാണ് ഞാനത് കാണിച്ചത്. എന്തായാലും അത് പിന്നെ ഹണി മാത്രമായതുകൊണ്ട് ആ വീഡിയോ കുറേ ആൾക്കൊന്നും ഇഷ്ടമായിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും പെറ്റ് സ്റ്റേഷൻ തന്നെ ഇനി കാണിക്കാം. നമുക്ക് അകത്തോട്ട് കയറാം അല്ലേ. നമ്മൾ കുറച്ച് പിന്നെ ചെടിയും കാര്യങ്ങളൊക്കെ ഫ്രണ്ട് വെച്ചു. നമ്മുടെ ബോണിനെ ഇതാ എക്സസൈസ് എല്ലാം കഴിഞ്ഞിട്ട് വന്ന രാവിലെ ഇനിയിപ്പോൾ ഒന്ന് കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടാ. ഫുള്ള് അഴുക്കായിട്ടുണ്ടാ, ചളിയിലെല്ലാം കിടന്ന് പിറങ്ങി അല്ലേ. ഇതറേ കുളിപ്പിക്കാനോ കൊണ്ടുവന്നേ? ഓക്കെ, കുളിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പെറ്റ് സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിലാണ്, അപ്പുറത്ത് നിന്ന് കുളിപ്പിക്കാം. ബോണിൻ്റെ കളി കണ്ടാ, ബോണിനാണ് ജസ്റ്റ് കെട്ടിയിട്ടുള്ളത് ബീച്ചിൽ. അത് കടലിലേക്കെല്ലാം ഇറക്കും കേട്ടോ, കടലിലെല്ലാം കുളിച്ചിട്ടാ വരാം. ഈ കളിക്കുന്നുണ്ടാ. നല്ല രസമാണ്. ഇവര് കടൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളെ കുതിരകളെല്ലാം ശരിക്കും ഒരു സ്വർഗത്തിൽ ജീവിക്കുന്ന ഫീൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടാ. നല്ല രീതിയിൽ നല്ല വർക്കൗട്ടും കാര്യങ്ങളും, ഓവർ ബോഡിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ കടലിലിറങ്ങാൻ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ആരെയും കൂട്ടിക്കൊണ്ടുപോകണം, അല്ലെങ്കിൽ തുറന്നു വിട്ടാൽ പിന്നെ പണിയാണ് ഇങ്ങോട്ട് വരാൻ. കുറേ ഓടിക്കളിക്കും. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അതോട്ട് പോവാ. സുനീറോക്ക് സുനിയേട്ടൻ ഒരാഴ്ചത്തേക്ക് വന്ന കേട്ടാ. സുനിയേട്ടാ ഒരാഴ്ചത്തേക്ക് വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഒരാഴ്ചത്തെ പൊരിക്ക് വന്നു. എനിക്ക് തോന്നുന്നില്ലേ ഇപ്പൊ ഈ മാസം എന്തായാലും നമ്മൾ പണി തീർക്കുന്നല്ലോ വിചാരിക്കുന്നില്ലേ? വിചാരിക്കുന്നു. അതാണ് നമ്മൾ ഇതിൻ്റെ ഏകദേശം ഇനി കുറച്ച് ഇതുപോലെ നമ്മൾ ചെയ്ത വർക്കുകളിൽ നിന്ന് ചെറിയൊരു എന്താ പറയുക നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഇപ്പോൾ വരുത്തിക്കൊണ്ടിരിക്കുക. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴല്ലേ മനസ്സിലാവാം. ആ കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്യുന്നത് കാണിക്കണ്ട. എല്ലാവരും ടാസനെ കാണിച്ചത് ഇത് കാണിച്ചിട്ട് അങ്ങോട്ട് പോവാം. ചാടി വരുന്നുണ്ടില്ലേ, ഭയങ്കര ഇഷ്ടമായിട്ടാ. അടിപൊളിയാണ്, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര ആക്റ്റീവ് ആണ് അല്ലേ ടാർസൻ ബേബി? ആ നല്ല ഹെൽത്തി ആയില്ലേ? ഒന്നേ ഉള്ള പോലത്തെ എല്ലുണ്ടിയ പ്രശ്നവും കാര്യങ്ങളെല്ലാം പോയി. ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് എടുക്കുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. നല്ല ഫ്രണ്ട്ലി ആട്ടോ. എല്ലാവരും ഇവിടെ പെറ്റ് സ്റ്റേഷനിൽ വരുന്നവരോടൊക്കെ എന്താ പറയുക മൈൻഡ് ചെയ്യുന്ന ഒരാളാണ് അല്ലേ ടാർസൻ ബേബി? അല്ലേ അല്ലേ അല്ലേ? നമ്മൾ ജെർബോന്റെ വീഡിയോ നിന്നല്ലേ ഇന്ന് കാണിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് മെയിൻ ചെയ്തോ. മോഗ്ലിനെയും കൂടി ഒന്ന് കാണിക്കാം അല്ലേ? മോഗ്ലി ഇതല്ല അതെവിടെയാണ് നിൽക്കുന്നറിയോ? അത് പിന്നെ നമ്മുടെ യു വി ഉണ്ട്, യു വി ലൈറ്റിന്റെ താഴത്ത് പോയിട്ട് നിൽക്കുന്നത്. ചൂട് തട്ടാൻ വേണ്ടി കണ്ട രോമൊക്കെ ഇങ്ങനെ മേലേക്ക് കൈ കൊണ്ട് ഇങ്ങനെ മാറ്റി പിടിക്കുന്നുണ്ടാ. ഈ സമയത്ത് നമുക്ക് എടുക്കണ്ട, അവനവിടെ വിശ്രമിച്ചോട്ടെ. അവർ പിന്നെന്താ പറയുക സൂര്യപ്രകാശം നമുക്ക് ഡയറക്റ്റ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ യു വി ആണ് ഇവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കറക്റ്റ് താഴെ തന്നെ വന്നിട്ട് നിന്നിട്ട് അതിൻ്റെ ചൂടേൽക്കേ ചെയ്യുന്നതാ. ആ സമയത്ത് നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. അതായത് ഇന്ന് മൗഗ്ലിനെ അടിക്കണ്ട. മൗഗ്ലി ബൈ ബൈ. പിന്നെ ശരിയായ അഹങ്കാരികൾ നമ്മളെടുത്ത ഫുള്ള് കുശുമ്പന്മാരാണ്. അതാ അവർക്ക് അടിക്കണ്ട. ആ വാ ജർബോനെ കാണിക്കാം. ജർബോനെ കാണിക്കാതെ എത്തുന്നില്ലല്ലേ? ജർബോ നമ്മളെവിടെ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റ് സ്റ്റേഷൻ വരുന്നവർ ജർബോനെ കാണണമെങ്കിൽ പെറ്റ് സ്റ്റേഷൻ്റെ ഏറ്റവും അവസാനമാണ്, ഏറ്റവും അവസാനത്തെ കൂട് ജർബോൻ്റെതാണ്. അത് നമുക്ക് കാണാം.
വേറൊരാളെ കാണിച്ചാറില്ല, കുറേ നാളായിട്ട് കാണാത്ത ഒരാളെയും കൂടി കണ്ടിട്ട് അങ്ങോട്ട് പോവാം. ആരാന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പിൻസ് കാറ്റ്. ഒരു കാര്യം ചെയ്യും, ആദ്യം മുന്നിൽ അവിടെ പോയി നിൽക്കുക, എന്നിട്ട് ഞാൻ വിളിക്കും വരും കേട്ടോ. നല്ല രസമാണ് കാണുന്നത്. ഏഞ്ചൽ എന്ത് സ്നേഹം എന്നറിയോ, ഒരു രക്ഷയില്ലാത്ത സ്നേഹം എന്നിട്ടോ നമ്മളെ ഏഞ്ചലിന്. ഷെയ്ത്താന്നല്ലേ നമ്മൾ ആദ്യം പേരിട്ടത്. കുറെ ആൾക്കാരൊന്നും പണ്ടേ വീഡിയോ കാണാത്തവർക്ക് അത് അറിയണ്ടാവില്ല. പണ്ട് നമ്മൾ ഇതിനെ കൊണ്ടുവന്നിവിടെ ഷെയ്ത്താൻ എന്ന പേരിട്ടത്. എൻ്റെ വൻ വിവാദമായി, അങ്ങനെ ഒരു ജീവിക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞത്. നമ്മൾ പേര് മാറ്റി ഏഞ്ചലാക്കിയത്. ഷെയ്ത്താൻ നേരെ ഏഞ്ചലിലേക്ക് മാറിയ ഒരാളാണ്. പക്ഷേ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? ഇവരെ കാണിച്ചിട്ട് കുറേ നാളായി തോന്നുന്നല്ലേ വീഡിയോയിൽ? ഏഞ്ചലിനെ കാണിച്ചിട്ട് ഇവിടെ വരുന്നവർക്കൊക്കെ നല്ല സുപരിചിതനാണ് ഇല്ലടാ കുട്ടാ. അല്ലേ? ഭയങ്കര ഇഷ്ടമാണ്. പെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗിൻ്റെ സെയിം ബിഹേവിയറിലൊരു ക്യാറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്പിൻസ് ക്യാറ്റേ പറയും കേട്ടോ. എന്താ പറയുക, മെയിൻ്റനൻസ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ കെയർ ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു മെയിൻ്റനൻസും വരാത്ത സാധനമാണ്. എന്നാൽ ഈ കൊതുക് ഇതൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ക്യാറ്റും കൂടിയാണ്. അല്ലേ? അല്ലേ മോനെ? അല്ലേ മോനെ? ഇങ്ങനെ ഇട്ട് ഇറക്കും, ഭയങ്കര രസമാണ്. ഭയങ്കര ഇഷ്ടവും. അപ്പൊ അല്ലേ, നമ്മൾ മെയിനായിട്ട് ആളെ കാണിക്കാൻ പോയിട്ട് ഇതിനെല്ലാം കാണിച്ച് പിന്നെ സമയം പോകും. അല്ലേട്ടാ കൂട്ടാ? പോവാ. ഓക്കെ. പെറ്റ് സ്റ്റേഷനിലെ നിങ്ങൾക്ക് ഏറ്റവും മിസ് ചെയ്യുന്ന ജീവി ഏതാണെന്നും കൂടി പറഞ്ഞു തരണേ. നമുക്ക് അടുത്ത വീഡിയോയിൽ അവനെ ഉൾപ്പെടുത്താലോ. എന്നാൽ കുറേ ആൾക്കാർക്ക് ഇന്നാളെ കാണണം എന്നൊക്കെ ഉണ്ടാവും. നമ്മൾ മുന്നേ കാണിച്ച വീഡിയോയിൽ നമ്മൾ സ്ഥിരമായിട്ട് ആഴ്ചയിൽ ഒരു വീഡിയോയിലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരെയും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മിസ് ചെയ്യുന്ന ജീവി ഏതാണെന്നുള്ളൂ എന്ന് അറിഞ്ഞിട്ട് നമുക്കത് ചെയ്യാം. ഓക്കെ? അപ്പോൾ അതൊന്ന് കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ അല്ലടാ? പോകുന്നില്ലേ? കുറച്ച് സമയം പുറത്തിങ്ങനെ നടന്നു കളിച്ചു. ഒന്ന് നടന്നതല്ലേ, ബാക്കിൽ തന്നെ വരും. അടുത്ത കേട്ടാ, ഭയങ്കര സ്നേഹം അല്ലടാ കുട്ടാ. പിന്നെ ഇവന്റെ കണ്ണിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കും കേട്ടാ, ചീ വന്നുകൊണ്ടിരിക്കുമായിരിക്കും. അത് സ്പിൻസിനുള്ളൊരു പ്രശ്നം. അല്ലേ? അപ്പോൾ ജർബോവിന്റെ കേസാണ് നമ്മളിതാ പെറ്റ് സ്റ്റേഷനിലെ ഏറ്റവും ലാസ്റ്റാണ് ഈ കേവ് ഉള്ളത്. ആ കേവിന്റെ അകത്താണ് ജർബോവിന്റെ കേവ്. ഇതാണ് നമ്മുടെ ജർബോ. എങ്ങനെയുണ്ട്? കുട്ടിക്കങ്കാരു അല്ലേ? ഇത് ഡെസേർട്ട് റോഡല്ലാണ് ശരിക്കും. മറ്റേ എന്താ പറയാ, മരുഭൂമിയിൽ ഉണ്ടാകുന്ന ജീവിയാണ്. അതുപോലെ മണ്ണിന്റെ കളറൊക്കെ കാണുന്നില്ല. പെട്ടെന്ന് നിന്ന് കഴിഞ്ഞാൽ മണ്ണിൽ നിന്ന് ഇവരെ തിരിച്ചറിയാൻ വേണ്ടി പറ്റൂല. അതിന് വേണ്ടിയിട്ട് അതിനാണ് ഈ കളർ അവർക്ക് ഉള്ളത് കേട്ടോ. അതുപോലെ ചെറിയ 2 കാല് ചെറിയത് ഫ്രണ്ടിൽ കണ്ട. അതുപോലെ ബാക്ക് കാല് ഭയങ്കര ലെങ്ത് കൂടിയത്. പിന്നെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ടെയിലാണ്. ടെയിൽ നോക്കിയേ, ഭയങ്കര രസമാണ്. 2 കളറാണ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ടെയിലാണ്. അതുപോലെ ടെയിലാണ് ഇവർ കങ്കാരുവിൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടാണ്, ടെയിലിൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് അവർ നിൽക്കുക. കാണുന്നില്ലേ? നമ്മുടെ സൈസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ എലീൻ്റെ സൈസാണ്. അതുപോലെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തലേനേക്കാളും വലിയ ചെവിയായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ കാണുമ്പോൾ നമുക്ക് അത്ര വലിയ ചെവിയായിട്ട് ഫീൽ ചെയ്യുന്നില്ല. തലേനേക്കാളും വലിയ ചെവിയാന്ന് പറയുന്നുണ്ടെങ്കിലും കാണുമ്പോൾ കണ്ട ഇപ്പോൾ ഏകദേശം തലിൻ്റെ വലുപ്പം അല്ലേ, അത്ര തന്നെ. എന്നാലും നമ്മൾ മൊത്തത്തിൽ ഇവനെ കുറിച്ചിട്ട് പഠിക്കുന്ന സമയത്ത് ഈ തലേനേക്കാളും വലിയ ചെവി എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതേപോലെ ഇവർ പിന്നെ 3 വർഷം വരെയും വെള്ളം കുടിക്കാണ്ട് നിന്ന ചരിത്രവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ പിടിക്കാൻ നല്ല രസമാണ്, നല്ല സോഫ്റ്റാണ്. നമ്മുടെ മുയലെന്ന് വരെ പറയാൻ കഴിയില്ല, അത്രയും സോഫ്റ്റാണ്. ഓക്കെ, നമുക്ക് അതെല്ലാം ഒന്ന് പുറത്തിങ്ങനെ ഇറക്കി വിട്ട് നോക്കാം, എന്നിട്ട് ഒരു ഹോട്ടലും കാണാം. എന്നാലും നമുക്ക് പിടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അല്ലേ? നല്ല രസമില്ലേ? തൊടാൻ ഭയങ്കര ക്യൂട്ടാവും. പിന്നെ ഇവരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ അധികം ഉറക്കായിരിക്കും. പിന്നെ ഫുഡ് എന്ന് പറയുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ
നമ്മുടെ സീഡ്സും കാര്യങ്ങളെല്ലാം ആണ് മെയിനായിട്ട് കഴിക്കാം. അതുപോലെ മില്ലറ്റ്സ് ഇതൊക്കെ കഴിക്കും. പുറത്തേക്ക് ഇറക്കാം. ഇവിടെ ശരിക്കും ക്ലിയറിൽ മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാനൊന്ന് പുറത്തേക്ക് കൊണ്ടുവരാം. ഇതോ പുറത്തേക്ക് വന്ന് കാലിൻ്റെ ലെങ്ത് നോക്കിയാൽ അതുപോലെ ഇവരുടെ ലെഗ് ഉണ്ടാ പ്രത്യേക രസമുള്ള കാലാണേ. ഇതണ്ടാ രോമ അടിയിലേക്കാണ് കാലിൻ്റെ കണ്ട 3 വിരലാണ്. ഭയങ്കര രസമുണ്ട് സംഭവം. പുറത്ത് വിടാൻ പേടിയാന്നല്ല കാക്കുള്ളതുകൊണ്ട്. നമ്മളെ പിള്ളേരുടെ പട്ടാളങ്ങളെല്ലാം എവിടെ നമ്മളെ ടൈല് വേണ്ട ടൈലില്ല ഏത് രസമല്ലേ. സംഭവം അടിപൊളി സാധനമല്ലേ. കുറച്ച് ഇങ്ങനെ കാണുന്ന നോക്കണ്ട എലിൻ്റെലും പോലെ ഉള്ളൂ. പക്ഷെ എക്സ്പെൻസീവ് ആണ് കേട്ടോ. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അതുപോലെ രോമത്തിൻ്റെ അകത്തെ കളർ ഉണ്ടാ. ഇതിൻ്റെ പുറം ഭാഗത്ത് മാത്രമേ ആ മണലിൻ്റെ കളറുള്ളൂ. ബാക്കി ഫുള്ളായിട്ട് ആണ് ഇങ്ങനെ കാണുമ്പോൾ മാത്രമേ ആ കളറുള്ളൂ. ബാക്കി ഇങ്ങനെ നോക്കുമ്പോൾ ഫുള്ളായിട്ടൊരു ബ്ലൂയിഷ് കളറാണ് എന്താ കംപ്ലീറ്റ്. ഇതിൻ്റെ അറ്റത്ത് മാത്രം ഇത് രോമത്തിൻ്റെ അറ്റത്ത് മാത്രമാണ് നമ്മുടെ ആ മണലിൻ്റെ കളർ വരുന്നത് കേട്ടോ. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ തന്നെ കളർ ചേഞ്ച് ചെയ്യണ്ട. പക്ഷേ ഇവർക്ക് നമ്മൾ ഡ്രിങ്കറിൽ വെള്ളം കൊടുക്കുന്നുണ്ട്. ഇവർക്ക് വെള്ളം അത്യാവശ്യം ചെറുതായിട്ട് കുടിക്കുന്നുണ്ട്. പക്ഷെ വെള്ളം ഇല്ലെങ്കിലും പ്രശ്നമില്ലാത്ത ഒരേ ഒരു ജീവിയാണ് ഇവർ അല്ലേ അല്ലേ. വലിയ കണ്ണ് ഓക്കെ, വലിയ 1.5 വലിയ കണ്ണാണ്. ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായിനാ. പിന്നെ ഇന്ന് നമ്മുടെ പെറ്റ് സ്റ്റേഷൻ്റെ ഒരു സെലിബ്രേഷനും കൂടി ഉണ്ട് കേട്ടോ. നമ്മളെല്ലാ സ്റ്റാഫിനെയും കൂടി കൂട്ടിയിട്ട് ഇന്ന് 2-3 നാൾ ലീവ് ഉണ്ടല്ലേ, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ബാക്കി എല്ലാവരെയും കൂടി കൂട്ടിയിട്ട് നമ്മളൊരു കേക്ക് കട്ടിങ് ഉണ്ട്. എന്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഗൂഗിൾ റിവ്യൂവിൽ നമ്മൾ 4.5 എന്നുള്ളൊരു വലിയൊരു അച്ചീവ്മെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഗൂഗിൾ റിവ്യൂവിൽ നമ്മൾ 4.4 ഉണ്ടായത്. അപ്പോൾ നമ്മളെ എല്ലാ സ്റ്റാഫിൻ്റെയും എല്ലാവരും നല്ല അഭിപ്രായം കാര്യങ്ങൾ ഇപ്പോൾ സ്റ്റാഫിനെല്ലാം കുറിച്ചിട്ടുള്ള അഭിപ്രായമാണ് കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പെറ്റ് സ്റ്റേഷനെ കുറിച്ചിട്ടുള്ള റിവ്യൂ എഴുതുമ്പോൾ എല്ലാവരും 5 സ്റ്റാർ അധികം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 4.5 നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാ സ്റ്റാഫിനും ഒരു ഗിഫ്റ്റും കാര്യങ്ങളിലും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് എന്താ പറയുക, അതിന് 4.6 നമ്മൾ അടുത്ത ടാർഗറ്റ് 4.6 ആണ്. അതിന് ഇതിനേക്കാളും വലിയൊരു എന്താ പറയുക ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മളിവിടുത്തെ പെറ്റ് സ്റ്റേഷനിലെ സ്റ്റാഫിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു സ്റ്റാഫായിട്ടല്ല നമ്മൾ കാണുന്നത്, നമ്മളൊരു ഭാഗമായിട്ട് തന്നെ നമ്മൾ കാണുന്നുണ്ട് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവർക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അവർ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഞായറാഴ്ചകളിൽ മാത്രമായിരിക്കും ഇവർക്ക് നല്ല രീതിയിൽ വരുന്ന ആൾക്കാരോട് മിങ്കിൾ ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഈ ഭയങ്കര തിരക്കായിരിക്കില്ല. തിരക്കുള്ള സമയത്ത് ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ തിരക്കില്ലാത്ത സമയത്ത് എല്ലാവർക്കും നല്ല രീതിയിൽ എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അതിൻ്റെ ഭാഗമാണല്ലോ നമുക്ക് റിവ്യൂസ് വരുന്നത്. എന്താ പറയുക, 100 നല്ല റിവ്യൂ വരുമ്പോൾ 100 അല്ല, എനിക്ക് തോന്നുന്നു ഒരു 500 നല്ല റിവ്യൂ വരുമ്പോൾ ഒരെണ്ണം അങ്ങാണ്ട് ബാഡ് റിവ്യൂ ആയിട്ട് വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക 10 എണ്ണത്തിൽ 1 നന്നായാൽ തന്നെ നല്ലതായി എന്നല്ലേ. അപ്പോൾ അതിലെല്ലാം നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നതാണ്. അപ്പോൾ നമുക്കൊരു കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ കുറേ ആൾ ചായ പിടിക്കാൻ പോകുന്നുണ്ട്. ഉണ്ടാക്കട്ടെ, ജസ്റ്റ് ഒന്ന് ഇറക്കി നോക്കിയാലോ. പിടിക്കോ മൊയ്ബ് എല്ലാവരും നിൽക്കുക. ഓടിയെങ്കിൽ പിടിക്കണേ. അയ്യോ മറ്റേ നല്ല റിമോട്ടിലെല്ലാം പോകുന്ന പോലെ ഉണ്ടല്ലേ, RC കൺട്രോൾഡ് പോലെ ഉണ്ട്. ചൈനയിലും അതുപോലെ ആഫ്രിക്കൻ മരുഭൂമികളിലൊക്കെയാണ് ഇവരെ കൂടുതലായിട്ട് ചെറുപ്പനെ കണ്ടുവരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് വെള്ളം ആവശ്യമില്ല എന്ന് പറയുന്നത്. അതുപോലെ ഇവരുടെ ഓട്ടം കണ്ടാവും നല്ല രസമില്ല. 2 കാലിങ്ങനെ പൊക്കി കൈ അതുപോലെ അകത്തോട്ട് കയറ്റി വെച്ചിട്ടുണ്ടാവുക. കാണുമ്പോൾ പെട്ടെന്ന് കൈയില്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യാം. അതിങ്ങനെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അണ്ണാനെല്ലാം എടുക്കുന്ന പോലെ എടുത്തിട്ട് കഴിക്കാം. അതുപോലെ ഓട്ടം കണ്ടില്ലേ. പിന്നെ അതിങ്ങനെ കുത്തനെ നിൽക്കുമ്പോൾ വാലുകൊണ്ട് ബാലൻസ് ചെയ്തിട്ട് നിൽക്കുന്നതാണെന്നേ. അതും ഒരു രസമാണ് കാണാൻ വേണ്ടി. അതുപോലെ പിന്നെ വാലിനുള്ള കളറ് പ്രത്യേക ക്യൂട്ടാണ് സംഭവം. എന്നാൽ അധികം ആൾക്കാരും എന്തായാലും ഇവരെ കണ്ടിട്ടുണ്ടാവില്ല. എന്തായാലും അധികം ആൾക്കാർക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. അതുപോലെ ഇതുണ്ട മരുഭൂമിയിലെ കളറ്, മണ്ണിൻ്റെ സെയിം കളറ് കണ്ട, പെട്ടെന്ന് അതിനെ മനസ്സിലാവുക, തിരിച്ചറിയാൻ കുറച്ച് പാടാം. ആള് അത്യാവശ്യം ഫ്രണ്ട്ലി ആണ്.
പ്രശ്നമൊന്നുമില്ല. അതാ കൈ കാണുന്നുണ്ടാ? അതാ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലെല്ലാം തുടച്ച് എന്താ പറയുക, ശരിക്കും ഒരു ഹാൻഡിക്യാപ്ഡ് പോലെയും ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കുറേ അതുപോലെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അന്യഗ്രഹ ജീവിയാണോ, ഹാൻഡിക്യാപ്ഡ് ആണോ, കൈ കടിച്ച് മുറിച്ചതാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എലിയും, പിന്നെ അതുപോലെ കങ്കാരു റാറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പല പേരിൽ ഇവർ പറയുന്നുണ്ട്. നമ്മുടെ കമൻസ് വന്നത് ഒട്ടുമിക്ക ആൾക്കാർ ഇത് ക്രോസാണ്, ഇത് എന്താ വേറെ എന്തൊക്കെയോ രീതിയിലാന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്തായാലും സംഭവം അടിപൊളി പൊളി ജീവിയാണ്. അത് ഒരു ജമ്പ് ചെയ്യുന്നൊരു സീനുണ്ട്, ജസ്റ്റ് കാണിച്ചാൽ ഇതിലുണ്ട്. ഭയങ്കര രസമാണ്. അത് സ്ലോ മോഷൻ കാണിക്കാം. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായാ? നമ്മുടെ പെറ്റ് സ്റ്റേഷൻ ഗൂഗിൾ റിവ്യൂ 4.5 റേറ്റിംഗിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. അതിൻ്റെ എല്ലാം കാരണക്കാരാണ് ഈ മൊത്തം ഉള്ളത് കേട്ടോ. നമ്മുടെ ഏച്ചിമാർ, നമ്മുടെ സ്റ്റാഫുകൾ എല്ലാവരും ഉണ്ട്. അവർക്ക് നല്ലൊരു മൊമെന്റവും കാര്യങ്ങളും ഒരു ക്യാഷ് പ്രൈസെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. ഓക്കെ, ഹാപ്പി അല്ലേ? എന്താ ചേച്ചി? അപ്പോൾ പിന്നെ എന്താ പറയുക, നമ്മളെ പെറ്റ് സ്റ്റേഷൻ്റെ മുന്നിൽ നിന്നിട്ട് സാധാരണ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന മെയിൻ ആയിട്ടുള്ള 3 ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളെ മുനീർ, മിസർ, ആപ്പി, പിന്നെ ആസിഫ്, മുസമ്മിൽ. ഇവരൊക്കെയാണ് എല്ലാവരോടും കസ്റ്റമറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന ആൾക്കാർ. ഇവരെല്ലാം ഇതിൻ്റെ അണിയറ പ്രവർത്തകർ കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഹരിനെല്ലാവർക്കും അറിയില്ലേ? ഓക്കെ, ബഷീർ എല്ലാവരും ഉണ്ട്. ഇവരെല്ലാം നമ്മുടെ പിന്നെ ജീവികളെ സ്വന്തം മക്കളെ പോലെ നോക്കുന്ന നമ്മുടെ എന്താ പറയുക, എല്ലാവരും എന്താ നമ്മൾ വിശേഷിപ്പിക്കേണ്ടത്, നമ്മുടെ സഹോദരങ്ങളല്ലേ? ഓക്കെ, എല്ലാവരും അങ്ങനെ തന്നെ. അതുപോലെ നമ്മുടെ പിന്നെ ഉണ്ട്, പിന്നെ നമ്മുടെ മഷൂദിന് എല്ലാവർക്കും അറിയാം. മഷൂദല്ല ആദ്യം വരുമ്പോൾ ഒരാളെ മുഖത്ത് വെക്കാത്ത ആളുണ്ടെങ്കിലേ വാള് പുലിയായില്ലേ അല്ലേ? പിന്നെ അല്ല പിന്നെ നമ്മുടെ ടീം മൊത്തം ഇതാ, മറ്റേ ഷെയർ, മിഥിലാജി, എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല. നമ്മുടെ സുനിയേട്ടനടക്കം നമ്മളെടുത്ത ആളെ കേട്ടാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതായാലും പിന്നെ ഉപ്പയും കൂടി വരുന്നുണ്ട്, ഉപ്പാനെയും കൂടി കൂട്ടി. ഉപ്പയും നമ്മളിവിടെ വരുന്ന എല്ലാവരെയും മെയിനായിട്ട് ഇപ്പോൾ കാണുന്ന ആൾ. ഞാനിപ്പോൾ അധികം ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഉപ്പാനെയും കൂട്ടി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വീഡിയോസ് കാണുന്ന എല്ലാവരും പെറ്റ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്, ഒട്ടുമിക്ക ആൾക്കാരും. അവരെല്ലാവരും നമ്മൾ ഗൂഗിളിൽ കയറാം. ഞാൻ ജസ്റ്റ് QR കോഡ് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം നമ്മൾ ഗൂഗിൾ റിവ്യൂവിൻ്റെ. എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു 5 സ്റ്റാർ റേറ്റിംഗ് തരണം. ഓക്കെ, എന്തായാലും അത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒട്ടുമിക്ക ആൾക്കാരും ചെയ്തിട്ടുണ്ടാവും. എന്നാലും നല്ല അഭിപ്രായങ്ങളും, മോശമാണെങ്കിൽ മോശം അഭിപ്രായം നിങ്ങൾ എന്തായാലും എഴുതിക്കും. ഓക്കെ, അത് നിങ്ങളുടെ അവകാശമല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും പറയണം. അപ്പോൾ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും കേക്ക് കട്ട് ചെയ്യാം. അടിപൊളി. മെയിനായിട്ടുള്ള സപ്പോർട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും തന്നെയാണ്. അതിൻ്റെ കൂടെ നമ്മളെ ടീം മൊത്തം. ഇത് ഞാനിങ്ങനെ മുന്നിൽ നിന്നിട്ട് പറയുന്നേ ഉള്ളൂ. ഇത് ഇവർ പറയുന്നത് മൊത്തം ഇവരിൽ ഓരോരോ ആൾക്കാരുമാണ് കേട്ടോ. അല്ലേ? അങ്ങനെയല്ലേ? എന്തൊരു മടി പോലെ ചമ്മാട്ടിക്ക് ടെൻഷൻ മതി. എന്താ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാ കട്ട് ചെയ്തോ. അതിനെ കേക്ക് കട്ട് ചെയ്യാൻ മെയിനായിട്ടുള്ള ആൾക്കാർ ഇത് ആസിഫ്, ഇവരെല്ലാം പിന്നെ എല്ലാവരും എന്താ പറയുക, ആൾക്കാർ കാണുന്ന ആൾക്കാർ. ഓക്കെ, ബാക്കി എല്ലാവരും ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ചെയ്തോ, കട്ട് ചെയ്തോ. കേക്ക് എല്ലാവർക്കും എന്താ പറയുക, രീതിയിൽ കാണിച്ചത്. ഷുഗറുണ്ടോ? അവർത്തിക്കോ ഓക്കെ.
ഇത് നമ്മുടെ പിന്നെ സുനിയേട്ടന്റെ ടീംസാണ് കേട്ടതാ. ഇതെന്താന്ന് മനസ്സിലായി? പിന്നെ നമ്മുടെ ഒരു 3 സ്റ്റാഫും കൂടി ലീവാണ് കേട്ടോ, അവരുണ്ടായില്ല. നമ്മൾ സഫ്വാനും ബാക്കി 2 ആൾക്കാരുണ്ടായില്ല. അപ്പോൾ ടോട്ടൽ നമ്മൾ 25 പേരാണ് കേട്ടോ. 24 സ്ഥിരമായിട്ടുള്ളത്, സുനിയേട്ടനും കൂടി കൂട്ടിയിട്ട് 25. ഓക്കെ. അപ്പൊ ഞാൻ സ്ഥിരം പറയുന്ന ഒരു ഡയലോഗ് എല്ലാവരും കൂടി പറയാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ.